കർണാടകത്തിലെ ബണ്ട്വാൾ താലൂക്കിൽ നിന്നും അനിത മില്യ എന്നൊരു യുവതിയെ കാണാതെയാകുന്നു. അനിതയെ കാണാതായി ആദ്യത്തെ 2 ദിവസം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പ്രദേശമാകെ അരിച്ചുപറക്കി. പരാതി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടുകൂടി അനിത മില്യയുടെ തിരോധാനം പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിച്ചു തുടങ്ങി. ഈ കേസിന്റെ അന്വേഷണം കോർപ്സ് ഓഫ് ഡിറ്റക്റ്റീവ് അഥവാ CODയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറപ്പെടുന്നു. CODയിലെ CI നഞ്ചുണ്ട ഗൌഡയും പുട്ടൂർ ASP ആയിരുന്ന ചന്ദ്രഗുപ്തയും നയിക്കുന്ന ഒരു ഹൈ ലെവൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെയിരുന്ന ഒരു കാര്യം അനിതയെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം ബണ്ട്വാളിൽ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള ഹാസൻ നഗരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിന്റെ ഉള്ളിൽ നിന്നും വിവാഹ പട്ടുസാരി ധരിച്ച് നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ ഒരു 22-കാരിയുടെ മൃതദേഹം വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ കണ്ടെടുത്തിരുന്നു. യുവതി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദിവസങ്ങളോളം മൃതദേഹം ഹാസൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നു. അതിനുശേഷം അവർ പതിവ് പോലെ അജ്ഞാത ജഡങ്ങളുടെ കൂട്ടത്തിൽ അതും മറവു ചെയ്തു. അത് അനിതയായിരുന്നോ എന്ന് ഈ COD അന്വേഷണ സംഘം അപ്പോഴറിയുന്നതുമില്ലായിരുന്നു. അവരുടെ മുൻപിൽ അപ്പോഴും ഉണ്ടായിരുന്നത് ഒരു തിരോധാനം മാത്രമാണ്. പരമാവധി ഒരു കിഡ്നാപ്പിങ്ങിനുള്ള സാധ്യത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ആംഗിളിൽ അവർ അന്വേഷണം ഊർജിതമാക്കി തന്നെ മുൻപോട്ട് കൊണ്ടുപോയി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബണ്ട്വാൾ പോലീസ് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ അനിത വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നും രാത്രി ഏറെ വൈകിയും ഏതോ ഒരു അജ്ഞാത നമ്പറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. സ്വാഭാവികമായും പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്തു. അത് മടിത്തേരിയിലുള്ള ശ്രീധർ എന്നൊരു വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിം ആയിരുന്നു. ആ ലീഡ് പിന്തുടർന്ന് ചെല്ലുന്ന പോലീസ് ശ്രീധരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ സിം എടുത്തത് അയാളുടെ പേരിലാണെങ്കിലും അത് ഉപയോഗിച്ചിരുന്നത് അനിയത്തി കാവേരി ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2009 ഫെബ്രുവരി തൊട്ട് കാവേരിയും മിസ്സിംഗ് ആണ്. സ്വാഭാവികമായും പോലീസ് അടുത്തതായി പരിശോധിക്കുന്നത് ആ നമ്പറിന്റെ കോൾ റെക്കോർഡുകളാണ്. അതിൽ കാവേരിയുടെ കുടുംബക്കാർക്കറിയാത്ത വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ നിരവധി കോളുകൾ വന്നതായിട്ട് പോലീസിന് മനസ്സിലാവുന്നു. ഈ നമ്പറാവട്ടെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള പുഷ്പ എന്ന മറ്റൊരു യുവതിയുടേതായിരുന്നു. അവരെയും മാസങ്ങളായി കാണാനില്ല എന്നുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായി. ഇതറിഞ്ഞ പോലീസ് സംഘം വീണ്ടും ഞെട്ടി. അങ്ങനെ പോലീസിന്റെ മുൻപിൽ വന്ന ലീഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കാണാതെ പോയ പല യുവതികളിലേക്കും നീണ്ടു. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഈ കേസിൽ പോലീസിന്റെ ക്രൈം ബോർഡിൽ തെളിഞ്ഞു വരുന്ന കാണാതായ പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൂടി വരികയായിരുന്നു. ലോക്കൽ പോലീസിന്റെ ആശയക്കുഴപ്പവും അതോടൊപ്പം വർദ്ധിച്ചു വന്നു. ഇത്രയധികം യുവതികൾ ഒന്നിച്ച് ഇൻവോൾവ് ആയതുകൊണ്ട് ഒന്നുകിൽ ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റാണ്. കേസ് എന്തായാലും തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യമായി. അവർ സൈബർ അനലിറ്റിക്സ് വിങ്ങിലെ വിദഗ്ധരുടെ സേവനവും ആവശ്യപ്പെട്ടു. ഈ വിദഗ്ധർ അതുവരെ ലഭ്യമായിട്ടുള്ള സകല കോൾ റെക്കോർഡുകളും ഒന്നിച്ച് ചേർത്ത് വെച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനവും തേടി. ഏറെ നേരം നീണ്ടുനിന്ന വിശകലനങ്ങൾക്ക് ശേഷം സൈബർ അനലിറ്റിക്സ് വിദഗ്ധർ വളരെ നിർണായകമായിട്ടുള്ള ഒരു ലീഡ് ലോക്കൽ പോലീസിന് കൊടുക്കുന്നു. ഈ സിമ്മുകളെല്ലാം തന്നെ ഒരു തവണയെങ്കിലും ദർലഘട്ട എന്ന പട്ടണത്തിന് സമീപത്ത് വെച്ച് ആക്റ്റീവായിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും ധർലഘട്ട എന്ന സ്ഥലത്തേക്ക് നീണ്ടു. ആദ്യഘട്ടത്തിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ തേടുകയാണ് പോലീസ് സംഘം നടത്തിയത്. ഹോട്ടൽ റെയ്ഡ് പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ മറ്റൊരു ലീഡ് കൂടി പോലീസിന് ലഭിച്ചത്. മടിക്കേരി സ്വദേശിയായ കാവേരിയുടെ സിം ആദ്യം ഉപയോഗിച്ചിരുന്ന ഹാൻഡ്സെറ്റ് അതേ ദർലഘട്ടയ്ക്ക് സമീപം വെച്ച് ഒന്നുകൂടി ആക്റ്റീവായിട്ടുണ്ട്. അതിന്റെ സെൽ ടവർ പിന്തുടർന്ന് പോലീസ് സംഘം എത്തിച്ചേർന്ന് പിടികൂടിയത് ധനുഷ് എന്നൊരു ചെറുപ്പക്കാരനെയാണ്. അവന്റെ പോക്കറ്റിൽ നിന്നും കാവേരിയുടെ ഫോൺ പോലീസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ആ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. കാണാതായ 20ഓളം വരുന്ന പെൺകുട്ടികളെ യാതൊരു വിധത്തിലുമുള്ള പരിചയം ധനുഷ് എന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നില്ല. എന്നാൽ ധനുഷിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് വളരെ നിർണായകമായ ഒരു ലീഡ് വീണ് കിട്ടി. ആ ഫോൺ തനിക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അത് തന്റെ അമ്മാവൻ മോഹൻ മാസ്റ്ററുടെ ഫോണാണെന്നും തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ തന്റെ കൈവശം നൽകിയതാണെന്നും അവൻ പോലീസിനോട് പറഞ്ഞു. ധനുഷിനു പിന്നാലെ മോഹൻ മാസ്റ്ററും പോലീസിന്റെ പിടിയിലായി. കസ്റ്റഡിയിലെടുത്ത ദിവസം തന്നെ കർണാടക പോലീസ് 20 പെൺകുട്ടികളുടെ കൊലപാതകത്തിന് പിന്നിൽ മോഹൻ മാസ്റ്റർ ആണെന്നും പ്രഖ്യാപിച്ചു. വാർത്ത പത്രങ്ങളിൽ എത്തിയതോടുകൂടി മോഹൻ മാസ്റ്റർക്ക് പുതിയൊരു പേരും ലഭിച്ചു, സൈനൈഡ് മോഹൻ. കർണാടകത്തിലെ ഒരു സാധാരണ പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നും 20ലധികം പെൺകുട്ടികളുടെ പ്രാണനെടുത്ത സീരിയൽ കില്ലർ സൈനൈഡ് മോഹനിലേക്കുള്ള ദർലഘട്ട മോഹൻകുമാറിന്റെ അധപതനത്തിന്റെ കഥ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മോഹൻ പഠനത്തിൽ തീർത്തും മിടുക്കനായിരുന്നു. മോഹന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് അയാൾക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്തായിരുന്നു മോഹന്റെ അച്ഛൻ വീടുപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മോഹൻ ബിരുദം പൂർത്തിയാക്കി സമീപത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലിക്കും കയറി.
3 വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹൻ. ആദ്യത്തെ വിവാഹം കഴിച്ച മേരിയെ സ്കൂളിലെ ക്ലാസ്സിൽ വെച്ചാണ് ഇയാൾ കാണുന്നത്. ഇയാളുടെ തന്നെ സ്റ്റുഡന്റ് ആയിരുന്നു മേരി. മേരിയെ മോഹൻ മാസ്റ്റർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവൾ അതേ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1987 മേരിക്ക് 18 വയസ്സ് തികയുന്നതുവരെ മോഹൻ മാസ്റ്റർ കാത്തിരുന്നു. അതിനുശേഷം അവളെ പ്രപ്പോസ് ചെയ്ത് സമ്മതം തേടി അവളെ വിവാഹം കഴിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ ഒരു ക്രിസ്ത്യാനിയാകാൻ തയ്യാറാകാതെ ഇരുന്ന മോഹനെ പിന്നീട് മേരി ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വധു ഉപ്പള സ്വദേശിയായ ഒരു മഞ്ജുളയായിരുന്നു. മോഹന്റെ അതേ സമുദായത്തിൽപ്പെട്ട സ്ത്രീ. മഞ്ജുളയിൽ മോഹൻ മാസ്റ്റർക്ക് 2 ആൺമക്കളുമുണ്ട്. ആ ബന്ധം നിലനിൽക്കെ തന്നെ മഞ്ജുള അറിയാതെ ദർലഘട്ടയിൽ നിന്നും ഇയാൾ ശ്രീദേവി എന്നൊരു മറ്റൊരു യുവതിയെ കൂടി വിവാഹം കഴിച്ചു. അതിൽ അയാൾക്ക് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ഇങ്ങനെ 3 വട്ടം വിവാഹം കഴിച്ച ശേഷം 2003 മോഹൻകുമാർ രത്ന എന്ന പേരുള്ള ഒരു യുവതിയുമായി അടുപ്പം സ്ഥാപിച്ചു. അവരുടെ അടുപ്പം എല്ലാ തലങ്ങളിലേക്കും വളർന്നു. മോഹന്റെ മറ്റുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഇരുന്ന ആ പെൺകുട്ടി അയാളെ വിവാഹത്തിനായി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. രത്നയുടെ ശല്യം സഹിക്കാതെ വന്നതോടുകൂടി അവളെ ഇല്ലാതാക്കാൻ തന്നെ മോഹൻ തീരുമാനിച്ചു. അതിനായി ധർമ്മസ്ഥലയിലേക്ക് അതിവിദഗ്ധമായി രത്നയെ മോഹൻ കൊണ്ടുപോവുകയും അവിടെ ഒരു പാലത്തിന് മുകളിൽ നിന്നും നേത്രാവതി പുഴയിലേക്ക് രത്നയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. മീൻപിടുത്തക്കാർ ആ സമയത്ത് അതുവഴി പോകുന്നുണ്ടായിരുന്നു. അവർ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പരിക്കുപറ്റി ആശുപത്രിയിലെത്തിയ രത്ന മോഹനെതിരെ മൊഴി കൊടുക്കുകയും ചെയ്തു. മൊഴിയുടെ ബലത്തിൽ വധശ്രമത്തിന് മോഹനെതിരെ പോലീസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി മോഹന് ജയിലിൽ പോകേണ്ടി വന്നു. ഈ ജയിൽവാസകാലത്താണ് മോഹൻകുമാറിന്റെ മുൻപിലേക്ക് അത്രയ്ക്ക് ക്രിമിനലൊന്നുമല്ലാത്ത ഒരാൾ വന്നുപെടുന്നത്. ആ കൂടിക്കാഴ്ചയാണ് പിന്നീട് മോഹനന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. മോഹന്റെ സെൽമേറ്റ് ഒരു തട്ടാനായിരുന്നു. അയാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാളെ ജയിലിൽ കൊണ്ടെത്തിച്ചത്. 8-10 പശുക്കളെയും 4-5 ആടുകളെയും കൊന്നു എന്നുള്ളതായിരുന്നു അയാളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഒന്നടുത്തപ്പോൾ മോഹൻ മാസ്റ്ററോട് അയാൾ തനിക്ക് പറ്റിയ അബദ്ധം തുറന്നു പറഞ്ഞു. തന്റെ സ്വർണ്ണക്കടയിലെ വേസ്റ്റ് വേണ്ടത്ര ശ്രദ്ധ കൂടാതെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊരു കുറ്റം മാത്രമേ സത്യത്തിൽ അയാൾ ചെയ്തിട്ടുള്ളൂ. പറമ്പിലെ പുല്ല് തിന്നുന്ന കൂട്ടത്തിൽ ഈ പശുക്കളുടെയൊക്കെ വയറ്റിലേക്ക് അന്ന് വേസ്റ്റിലുണ്ടായിരുന്ന സയനൈഡ് എന്ന വിഷപദാർത്ഥവും എത്തിപ്പെടുന്നു. ഇത് അകത്ത് ചെന്ന മൃഗങ്ങളൊക്കെയും തൽക്ഷണം മരിച്ചു വീണു. അതിന്റെ ഉടമസ്ഥൻ നൽകിയ പരാതിയുടെ പുറത്താണ് തട്ടാൻ ജയിലിലായത്. സയനൈഡ് എന്ന് പറയുന്നത് എത്ര വലിയ വിഷമാണെന്നും അത് അകത്ത് ചെന്നാൽ പശുക്കൾ പോലും എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുക എന്നുമൊക്കെ തട്ടാൻ പറയുന്നത് കേട്ടപ്പോൾ മോഹൻ മാസ്റ്ററുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടർന്നു. എന്നിരുന്നാലും ജീവിതത്തിൽ അന്ന് ആദ്യമായി കേൾക്കുന്ന ആ പുതിയ കെമിക്കലിന്റെ പേര് അയാളുടെ മനസ്സിലങ്ങുറച്ചു. സയനൈഡ്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാര് ആഭരണങ്ങൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കെമിക്കലുകളാണ് പൊട്ടാസ്യം സയനൈഡും സോഡിയം സയനൈഡും. ഹൈഡ്രോസൈനിക് ആസിഡിന്റെ ലവണങ്ങളാണ് ഈ 2 രാസവസ്തുക്കളും. 100 മില്ലിഗ്രാം, അതായത് 1 ഗ്രാമിന്റെ 10-1 സയനൈഡ് അകത്ത് ചെന്നാൽ മതി ഒരു മനുഷ്യന് 3-4 മിനിറ്റിനുള്ളിൽ തന്നെ കൊന്നുകളയാൻ. അതായത് ഒരു പാരസെറ്റമോൾ ഗുളികയുടെ 4-1 അളവിലുള്ള സയനൈഡ് മതി ഒരാളെ കൊല്ലാനെന്ന് ചുരുക്കം. സയനൈഡ് അകത്ത് ചെന്നാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് രക്തത്തിൽ നിന്ന് പ്രാണവായു ലഭിക്കുന്ന പ്രക്രിയ പെട്ടെന്ന് തന്നെ നിലച്ചു പോകും. നിമിഷങ്ങൾ കൊണ്ട് മരണവും സംഭവിക്കും. പക്ഷേ ശാന്തമായൊരു മരണമല്ല സംഭവിക്കുക. ഈ വിഷം ഉള്ളിൽ ചെന്ന് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നെഞ്ച് പിളർക്കുന്നത് പോലെയുള്ള വേദനയും പരവേശവുമൊക്കെ നമുക്ക് അനുഭവപ്പെടും. എന്തായാലും കഴിച്ചാൽ പശു വരെ ചാകുന്ന മാരക വിഷം. അത് മോഹന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ സാധനം ഇതെവിടെ കിട്ടും? എന്ത് പറഞ്ഞാലാണ് കെമിക്കൽ ഡീലർമാർ ഇത് തരിക? ഇതൊക്കെ മോഹൻ തട്ടാനോട് വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കി. 2-3 മാസങ്ങൾക്കകം തന്നെ മോഹൻ ജയിൽ മോചിതനായി. ജയിലിൽ നിന്നിറങ്ങിയ മോഹൻ നേരെ ചെന്നത് അബ്ദുൽ സലാം എന്നൊരു വ്യക്തിയുടെ കെമിക്കൽ ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നൊരു തട്ടാനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ മോഹനന് അധികം പ്രയാസപ്പെടാതെ തന്നെ വേണ്ടത്ര സയനൈഡ് വില കൊടുത്ത് വാങ്ങാനും പറ്റി. അങ്ങനെ നിയമം അനുശാസിക്കുന്ന ഒരു പേപ്പർ വർക്കും ഒരു ലൈസൻസും ഒന്നും കൂടാതെ തന്നെ പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷം വേണ്ടത്ര അളവിൽ വാങ്ങിക്കൂട്ടുന്ന മോഹൻ പിന്നീട് അത് ആയുധമാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിൽ മെനഞ്ഞുണ്ടാക്കുന്നത് പാവപ്പെട്ട നിരവധി കുട്ടികളുടെ ജീവനെടുത്ത വല്ലാത്തൊരു കുടില പദ്ധതിയാണ്. സാമ്പത്തികമായി ശരാശരിയിലും താഴെ നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കും. പിന്നാലെ പ്രണയമാണ് എന്ന് പറഞ്ഞ് അവരെ വലയിൽ വീഴ്ത്തും. 1-2 ആഴ്ച ഇങ്ങനെ പ്രണയിച്ച് നടന്നതിന് ശേഷം അവരെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ അടുത്ത നടപടി. അതും ഒളിച്ചോടി വിവാഹം കഴിക്കാം എന്നായിരിക്കും ഇയാൾ പറയുക. വിവാഹപ്രായമൊക്കെ താണ്ടിയിട്ടും മംഗല്യഭാഗ്യം ഉണ്ടാകാതെ നിൽക്കുന്ന ഈ കുട്ടികൾ മോഹനൻ നൽകുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങിപ്പുറപ്പെടും. ഈ പെൺകുട്ടികൾ നാട്ടിൽ നിന്നും പരമാവധി ദൂരെയുള്ള ഏതെങ്കിലും ഒരു നഗരത്തിലേക്കാണ് ഇങ്ങനെ ഒളിച്ചോടാനായി ഇയാൾ നിർബന്ധിക്കുക. ഇങ്ങനെ ഇവർ 2 പേരും കൂടി ആ വിദൂര നഗരത്തിലേക്കെത്തി അവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ നടത്തും. ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അന്ന് അവിടെ കൂടാമെന്ന് അയാൾ ആ പെൺകുട്ടിയോട് പറയുകയും ചെയ്യും. അവളത് അതുപോലെ അനുസരിക്കും. അന്ന് രാത്രി തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനും അവരെ അയാൾ നിർബന്ധിക്കും.
ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആറ്റുനോറ്റ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവുമൊത്തുള്ള തങ്ങളുടെ ആദ്യ രാത്രിയായിരിക്കും. പക്ഷെ മോഹന് അത് ഏറ്റവും പുതിയതായി വീണു കിട്ടിയ ഇരയോടൊത്തുള്ള ഒരു രാത്രി മാത്രമായിരിക്കും. അങ്ങനെ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇയാൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അവരെ നിർബന്ധിക്കും. ആ യാത്രക്കിറങ്ങും മുൻപ് അയാൾ വേറെയും ചിലത് അവരോട് പറയും. കല്യാണത്തിനുടുത്ത അതേ പട്ടുസാരി വേണം ഉടുക്കാൻ. പോകുന്ന വഴിക്ക് ബസ്സിൽ നല്ല തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ താലിമാല ഒഴികെയുള്ള ആഭരണങ്ങളെല്ലാം തന്നെ അഴിച്ച് ബാഗിനകത്തിൽ വെക്കണം. അല്ലെങ്കിൽ വല്ല കള്ളന്മാരും പൊട്ടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ അയാൾ പറയുമ്പോൾ സ്വാഭാവികമായും അവരത് അനുസരിക്കുകയും ചെയ്യും. മരണം തൊട്ടടുത്തെത്തി നിൽക്കുകയാണെന്ന് തിരിച്ചറിയാനാവാതെ ഈ യുവതികൾ തങ്ങളുടെ കല്യാണ പട്ടുസാരിയും എടുത്തുകൊടുത്ത് അയാൾക്കൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്കാണെന്ന് കരുതി ആ അജ്ഞാത നഗരത്തിലേക്ക് ഇറങ്ങി നടക്കും. അവരുടെ ജീവിതത്തിലെ അവസാനത്തെ നടത്തം. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്താറാകുമ്പോൾ മോഹൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം ആ യുവതിയോട് അവളുടെ പീരീഡ്സിനെ പറ്റി ചോദിക്കും. കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര നേരത്തെ ഗർഭം വേണ്ട എന്നും ഒഴിവാക്കാൻ നമുക്കൊരു ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലർ അഥവാ ഗർഭനിരോധന ഗുളിക കഴിക്കാമെന്ന് അവരോട് പറയും. അവരത് സമ്മതിക്കുകയും ചെയ്യും. അയാൾ കൊടുക്കുന്ന ഗർഭനിരോധന ഗുളിക നേരത്തെ തന്നെ സയനൈഡ് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അതിന്റെ ഡോസ് ഇത്തിരി കൂടുതലാണെന്നും കഴിച്ചാൽ ചിലപ്പോൾ നേരിയ അസ്വസ്ഥത തോന്നാമെന്നും അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയി കഴിച്ചിട്ട് വരൂ എന്നും മോഹൻ പറയുമ്പോൾ ആ പാവം പെൺകുട്ടികൾ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അവനവന് മരിക്കാനുള്ള വിഷവും കൈനീട്ടി വാങ്ങി ആ പബ്ലിക് ടോയ്ലറ്റിനുള്ളിലേക്ക് നടന്നു നീങ്ങും. ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി ഈ മരുന്ന് കഴിക്കുന്ന യുവതികൾക്ക് തൽക്ഷണം തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വന്ന് തറയിലേക്ക് വീഴുകയും ചെയ്യും. നിമിഷങ്ങൾക്കുള്ളിൽ മരണവും സംഭവിക്കും. മോഹനന്റെ വളരെ വിശദമായ ഒരു പ്ലാനിംഗ് തന്നെ ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട്. ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് പെൺകുട്ടികളുടെ ആർത്തവത്തിന്റെ സമയം പോലും കൃത്യമായി ഇയാൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുമായിരുന്നു. ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ദിവസം തന്നെയാണ് മോഹൻ ഒളിച്ചോട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇരകൾ ആരും തന്നെ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കാറുമില്ലായിരുന്നു. യുവതികളെ ഇങ്ങനെ ശുചിമുറിയിലേക്ക് പറഞ്ഞുവിട്ട ശേഷവും മോഹനൻ അവർ തിരിച്ചു വരുന്നില്ല എന്നുറപ്പിക്കാൻ ഏകദേശം അരമണിക്കൂറോളം നേരം അവിടെ പുറത്ത് കാത്തു നിൽക്കും. അതിനുശേഷം അവർ കയ്യിലേൽപ്പിച്ചിട്ട് പോയ സ്വർണവും പണവും എല്ലാം കൊണ്ട് അയാൾ സ്ഥലം വിടും. കൊലപാതകങ്ങൾക്കിടയിലുള്ള ഇടവേളകളിൽ മോഹൻ ദർലഘട്ടയിലേക്ക് തിരികെ വരും. 2 ഭാര്യമാരുടെ വീടുകളിലേക്കും ചെന്ന് മാറി മാറി കുറേ ദിവസം അവിടെ നിൽക്കും. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള പണം ഈ കൊന്നുകളഞ്ഞ യുവതികളിൽ നിന്ന് കിട്ടുന്ന സ്വർണം പണയം വെച്ച് ഇയാൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ആ പണം തീരുമ്പോൾ അടുത്ത ഇരയെ തേടി വീണ്ടും ഇറങ്ങും. ഇതായിരുന്നു സയനൈഡ് മോഹന്റെ പതിവ് രീതി. ഈ 2 ഭാര്യമാർക്കും സയനൈഡ് മോഹൻ പിടിക്കപ്പെടുന്നതുവരെയും അയാൾക്ക് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടെന്നോ ഇയാളിങ്ങനെ ഓടി നടന്ന പെൺകുട്ടികളെ ഇരകളാക്കുന്ന ഒരു സീരിയൽ കില്ലർ ആണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അവർക്ക് മുൻപിൽ തന്റെ സ്നേഹസമ്പന്നനായ ഭർത്താവ്, നല്ലൊരച്ഛൻ എന്നീ ഇമേജുകൾ തകർന്നു പോകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ യുവതികളിൽ നിന്ന് കിട്ടുന്ന പണം തീരുമ്പോൾ മോഹൻ വീണ്ടും പഴയ പണി തുടങ്ങും. അടുത്ത യുവതിയെ കണ്ടെത്തും. വീണ്ടും അടുപ്പം സ്ഥാപിക്കും. വർഷം ചെല്ലുന്തോറും സയനൈഡ് മോഹന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നു. ഒപ്പം അയാൾ ഇരകളാക്കുന്ന സ്ത്രീകളുടെ എണ്ണവും. 2004 ഇയാൾ കൊന്നത് ഒരു യുവതിയെയാണെങ്കിൽ 2005 അത് 3 ആകുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ 3ഉം 4ഉം വീതമായി വർദ്ധിച്ചു വരുന്നു. 2009 പിടിക്കപ്പെടുന്നതിന് മുൻപ് ആ വർഷം മാത്രം അയാൾ കൊന്നുകളഞ്ഞത് 9 യുവതികളെയാണ്. ആകെ ഒഫീഷ്യൽ കണക്ക് 20 ആണ്. എന്നാൽ അനൗദ്യോഗിക കണക്ക് 30-ലധികമാണ്. ഓരോ തവണയും സയനൈഡ് കൊടുത്ത് കൊന്നുകളയുന്ന സ്ത്രീകളുടെ സിമ്മും ഹാൻഡ്സെറ്റുമാണ് അടുത്ത യുവതിയെ കണ്ടെത്തുമ്പോൾ മോഹൻ ഉപയോഗിക്കുക. സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് ആ പുതിയ ഇരയ്ക്ക് കൊടുക്കുന്ന നമ്പറും അവസാനമായി കൊന്നുകളഞ്ഞ പെൺകുട്ടിയുടേതായിരിക്കും. ആ ഇര കൊല്ലപ്പെടുന്നതോടെ അതുവരെ ഉപയോഗിച്ച സിം മോഹൻ ഉപേക്ഷിക്കും. ഹാൻഡ്സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ ഇരയുടെ സിമ്മും ഹാൻഡ്സെറ്റുമായിരിക്കും ഭാവി ഇരയുടെ അടുത്തേക്കുള്ള മോഹന്റെ കണക്ഷൻ. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളവും മോഹനിലേക്ക് എത്തിപ്പെടുക വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഏതൊരു സമർത്ഥനായ കുറ്റവാളിയെയും പോലെ അവരവനിലേക്ക് നീളുന്ന ചില തെളിവുകൾ സയനൈഡ് മോഹൻ തന്നെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. സയനൈഡ് മോഹന്റെ 16ാമത്തെ ഇരയായിരുന്നു അനിത മുല്യ എന്ന പെൺകുട്ടി. അതിനു മുൻപ് അത്രയും പേർ 15 പേരെ കൊന്നുകളഞ്ഞപ്പോഴും മോഹന്റെ ഉള്ളിൽ തോന്നാതിരുന്ന ഒരു വികാരം അനിതയെ കൊന്നുകളഞ്ഞപ്പോൾ അയാളിൽ ഉദിക്കുന്നുണ്ടായി. പശ്ചാത്താപം. അനിതയെ കൊന്നുകളഞ്ഞ ശേഷം അന്ന് രാത്രിയിൽ തന്റെ ഭാര്യ ശ്രീദേവിക്കൊപ്പം കഴിഞ്ഞ മോഹന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അനിത എന്ന പെൺകുട്ടിയോട് ഉള്ളിൽ തട്ടിയൊരു സ്നേഹം ഇടയ്ക്കെപ്പോഴോ മോഹന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അനിതയെ കൊന്നതിലുള്ള പശ്ചാത്താപം മൂത്തപ്പോൾ അയാൾ ചെയ്തൊരു പ്രവൃത്തി അയാളിലേക്കുള്ള ഒരു തെളിവായി പിന്നീട് മാറുകയും ചെയ്തു. അനിതയുടെ കൊലപാതകം നടന്ന് തൊട്ട് പിറ്റേ ദിവസം തന്നെ അതിരാവിലെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് മോഹൻ എത്തുകയും ചെയ്തു. അവിടുത്തെ പൂജാരി ഈശ്വർ ഭട്ട് അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി പിന്നീട് പോലീസുകാരോട് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്. അമ്പലത്തിലേക്ക് വന്നവർ മുഴുവനും പൂജ കഴിയുന്നതുവരെ അവിടെ കാത്തു നിൽക്കാനും അയാൾ ക്ഷമ കാണിച്ചിരുന്നു.
അന്ന് തന്നെ പൂജാരി അയാളെ ശ്രദ്ധിച്ചു. എല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞപ്പോൾ ശ്രീകോവിലിനടുത്തേക്ക് ഓടിയെത്തിയ മോഹൻ രഹസ്യമായി പൂജാരിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തനിക്കൊരു നാരീഹത്യ നടത്തേണ്ടി വന്നു. ഇതിന്റെ പാപം കഴുകിക്കളയാൻ എന്തെങ്കിലും പ്രായശ്ചിത്ത പൂജകളുണ്ടോ എന്നാണ് മോഹൻ തിരക്കിയത്. ഒരു നിമിഷം അയാൾ അമ്പരന്ന് പോയെങ്കിലും സംയമനം വീണ്ടെടുത്ത പൂജാരി ഒരു കുങ്കുമാർച്ചന നടത്തി പൊക്കോളാൻ പറഞ്ഞു. അന്ന് ദക്ഷിണ തന്ന് ആ പ്രസാദവും വാങ്ങിയാണ് അയാൾ സ്ഥലം വിട്ടത്. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിയായ ഈശ്വർ ഭട്ട് പിന്നീട് ഈ കേസിലെ നിർണായക സാക്ഷികളിൽ ഒരാളായി മാറുകയും ചെയ്തു. അന്ന് ശ്രീകോവിലേക്ക് തന്നെ കാണാൻ വന്ന മോഹൻ എന്ന ബലിഷ്ഠകായന് ഭട്ട് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു. അനിതയെ കൊന്നപ്പോൾ മോഹനുണ്ടായ പശ്ചാത്താപം ഏതാനും മാസങ്ങൾക്കകം തന്നെ കെട്ടടങ്ങി. അടുത്ത ഇരയെ തേടി അയാൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. പിന്നീടും 3 യുവതികളെ കൂടി മോഹൻ അതേ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കൊന്നുകൊന്നുള്ള ഓവർ കോൺഫിഡൻസ് കാരണമാണോ അതോ മടുപ്പ് തോന്നിയിട്ടാണോ എന്നറിയില്ല, 20ാമത്തെ ഇരയുടെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തു നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയാണ് ഉണ്ടായത്. അതുവരെ പാലിച്ചു പോന്നുകൊണ്ടിരുന്ന മോഡസ് ഓപ്പറാണ്ടിയിൽ ഒരു മാറ്റമാണ് മോഹൻ വരുത്തിയത്. 20ാമത്തെ ഇരയായ പൂർണിമ എന്ന 35-കാരിയുടെ കാര്യത്തിൽ അയാൾ എല്ലാം തെറ്റിച്ചു. നയവിധിയാനം അയാൾക്ക് കേസിന്റെ കാര്യത്തിൽ വലിയ കുരിശായി മാറുകയും ചെയ്തു. സാധാരണയായി പരിചയപ്പെടുന്ന പെൺകുട്ടികളോട് തന്നെക്കുറിച്ച് വീടുകളിൽ യാതൊരു കാര്യവും പറയരുതെന്ന് നിബന്ധന വയ്ക്കാറുണ്ട്. എന്നാൽ മഞ്ചേശ്വരംകാരിയായ പൂർണിമയുടെ മുൻപിൽ തന്റെ നിബന്ധനകളൊക്കെ തെറ്റിപ്പറ്റി. വീട്ടിൽ വന്ന് പെണ്ണി ചോദിക്കാൻ പൂർണിമ മോഹനെ നിർബന്ധിക്കുകയും അയാൾ അതിന് വഴങ്ങുകയും ചെയ്തു. ഇളം നീല ഷർട്ടും കടും നീല പാൻറ്റും ധരിച്ചുകൊണ്ട് കുളിച്ച് കുട്ടപ്പനായി തന്നെ അയാൾ പൂർണിമയുടെ വീട്ടിലെത്തി പെണ്ണ് കണ്ടു. ഒറ്റ നോട്ടത്തിൽ വീട്ടുകാർക്ക് മോഹനെ ഇഷ്ടപ്പെട്ടെങ്കിലും മോഹന്റെ വീട്ടുകാര്യത്തെ പറ്റിയൊക്കെ തിരക്കിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ എന്ന് അവർ മോഹനെ അറിയിച്ചു. എന്നാൽ ദിവസങ്ങൾ കാത്തിരുന്നിട്ടും പൂർണിമയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തന്റെ അക്ഷമ മോഹൻ പൂർണിമയെ അറിയിച്ചു. ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാൻ പൂർണിമയെ നിർബന്ധിക്കുകയും ചെയ്തു. പൂർണിമയുമായി ഒളിച്ചോടിയ മോഹൻ മറ്റുള്ള ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞതുപോലെ തന്നെ പൂർണിമയും വകവരുത്തി. എന്നാൽ പിന്നീട് മോഹൻ പിടിയിലായ സമയത്ത് പൂർണിമയുടെ രക്ഷകർത്താക്കൾ കോടതിയിൽ വെച്ച് മോഹനെ തിരിച്ചറിഞ്ഞത് വലിയൊരു തെളിവായി മാറി. അനിത കേസിൽ അറസ്റ്റിലായതിനു ശേഷം പോലീസുകാർ അന്വേഷണം നടത്തുന്നതിനിടയിൽ വലിയൊരു തെളിവ് പോലീസിന്റെ മുൻപിലേക്ക് എത്തി. ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി ഫോൺ നമ്പറുകൾ ഉൾപ്പെട്ട ഈ കേസിൽ ഒരു നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച പോലീസിന് ലൈനിന്റെ മറുവശത്ത് നിന്നും ഒരു സ്ത്രീ ശബ്ദം പറഞ്ഞ വാക്കുകൾ ആദ്യം വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ മോഹനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കേട്ട പോലീസ് ഒന്ന് ഞെട്ടി. ആ യുവതിയെ പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ യുവതി പറഞ്ഞ കഥ ഇങ്ങനെയാണ്. മടിക്കേരി ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് മോഹൻ ഗർഭനിരോധന ഗുളിക കൊടുത്തപ്പോൾ അവർ ബസ് സ്റ്റാൻഡിനുള്ളിലെ ടോയ്ലറ്റിനകത്തേക്ക് കയറി അത് വായിലേക്ക് അടുപ്പിച്ചതും അവർക്ക് വല്ലാത്തൊരു ഓക്കാനം അനുഭവപ്പെട്ടു. വിഷത്തിന്റെ പാതിയും വായിലേക്ക് പോകാതെ അതുകൊണ്ട് താഴേക്ക് വീണുപോയി. അതുകൊണ്ട് ഇവർ തളർന്നു വീണു എങ്കിലും മരിക്കുന്നില്ല. മരിച്ചു കാണുമെന്ന് കരുതി മോഹനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ പെൺകുട്ടിക്ക് മോഹനോട് കടുത്ത വിരോധം തോന്നി. എങ്കിലും വീട്ടുകാരെ ആരെയും അറിയിക്കാതെ പിന്നീട് ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. തന്നെ ഫോണിൽ ബന്ധപ്പെട്ട പോലീസിനോടാണ് ആദ്യമായിട്ട് പെൺകുട്ടി ഇങ്ങനെയൊരു വിവരം പങ്കുവയ്ക്കുന്നത്. ഭർത്താവിന്റെ കുടുംബത്തിന് ഈ മൊഴിയെപ്പറ്റി വിവരം കൊടുക്കാതെ സൂക്ഷിക്കാൻ ഐഡന്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ COD സംഘം വാക്കുകൊടുത്തപ്പോൾ ഈ യുവതി ഇൻ ക്യാമറ തന്നെ മോഹനെതിരെ മൊഴി കൊടുക്കുകയും ചെയ്തു. ഇവരുടെ ഈ മൊഴി വളരെ നിർണായകമായൊരു തെളിവായി വിചാരണ കോടതി പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ മോഹൻകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു പുതിയൊരു വിറ്റ്നസ് കൂടി പോലീസിന് മുൻപാകെ എത്തിയത്. ദർലഘട്ടയിലെ ഒരു തയ്യൽ കടക്കാരിയായ സുമിത്ര എന്ന ഒരു സ്ത്രീയാണ് അവിടെ എത്തിയത്. അനിതാ മുല്യയുമായി മോഹൻ ബസ്സിൽ കയറിപ്പോകുന്നത് താൻ കണ്ടു എന്നാണ് ആ തയ്യൽ കടക്കാരി പോലീസിന് മൊഴി കൊടുത്തത്. അതുമാത്രവുമല്ല, ഏതാനും നാളുകൾക്ക് മുൻപ് മോഹൻ പേര് മാറ്റി ആനന്ദ് എന്ന പേരിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് തയ്യൽക്കാരിയായ സുമിത്രയെയും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരോട് അടുത്ത് പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് സയനൈഡ് മോഹനന്റെ ദർലഘട്ടയിലുള്ള വീട് പരിശോധിച്ച പോലീസ് സംഘത്തിന് പല കുപ്പികളിലാക്കി വെച്ചിരിക്കുന്ന സയനൈഡും പല രീതിയിലുള്ള സ്ഥാപനങ്ങളുടെ ലെറ്റർ ഹെഡുകളും ഐഡന്റിറ്റി കാർഡുകളും ഒക്കെ പിടിച്ചെടുക്കാനും കഴിഞ്ഞു. വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ഒരു തെളിവ് പോലീസ് സംഘത്തിന് വീണ് കിട്ടിയത്. അത് മോഹന്റെ ഒരു ഡയറിയായിരുന്നു. പുതിയതായി പരിചയപ്പെടുന്ന ഓരോ പെൺകുട്ടികളുടെയും പേര് വിവരങ്ങളും അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറുകളും ഒക്കെ പരസ്പരം തെറ്റിപ്പോകാതിരിക്കുന്നതിനായി മോഹൻ കുറിച്ചു വെക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം ആ പെൺകുട്ടികളോട് താൻ പറയാറുള്ള തന്റെ പേരും ജോലിയുടെ വിവരങ്ങളുമൊക്കെ അക്കൂട്ടത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറി പരിശോധിച്ചപ്പോൾ വളരെ രസകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസ് കണ്ടെത്തി. പ്രണയാഭ്യർത്ഥനയുമായി മോഹൻ സമീപിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ പേര് വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വലയിലാകാതെ വരുമ്പോൾ തൊട്ടടുത്ത ഇരയെ തേടി മോഹൻ ഇറങ്ങും. അങ്ങനെ വലയിലാക്കുന്ന ഇര ആരാണോ അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി എഴുതി വെക്കും. അതിന് തൊട്ടു മുൻപ് വലയിൽ വീഴാത്ത പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഭാഗങ്ങൾ ഒരു ചുമന്ന മഷി ഉപയോഗിച്ച് വെട്ടിക്കളയും.
പിന്നീട് ഒരു ലൈസൻസും ഇല്ലാതെ മോഹൻ സയനൈഡ് വിറ്റ കെമിക്കൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയായ അബ്ദുൽ സലാമും പോലീസ് പിടിയിലാവുകയും ചെയ്തു. അതിബുദ്ധിമാനായ മോഹൻ കോടതിയിൽ തന്റെ കേസ് സ്വയമാണ് വാദിച്ചത്. ജയിലിൽ കിടന്ന കാലത്തൊക്കെ മോഹൻ സമയം ചെലവഴിച്ചിരുന്നത് നിയമപുസ്തകങ്ങൾ വായിച്ചായിരുന്നു. അതിൽ തന്റെ ലോ പോയിന്റുകൾ ഉറപ്പിക്കുകയായിരുന്നു അയാൾ ആ സമയത്ത് ചെയ്തിരുന്നത്. കേസ് അന്വേഷിച്ച ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം കോടതിയിൽ മോഹൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. തന്റെ കേസുകൾ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനും മോഹൻ ശ്രമം നടത്തിയിരുന്നു. പിന്നീട് കോടതി അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും പിന്നീട് വാദം പൂർത്തിയാക്കിയ അവസാന കേസിൽ സൈനൈഡ് മോഹന് ജീവപര്യന്തം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ആരും പിടികൂടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി 20-ലധികം പെൺകുട്ടികളെ ഇരകളാക്കിയ സൈനൈഡ് മോഹൻ ഇന്ന് വധശിക്ഷ കാത്ത് കർണാടകത്തിലെ ബെലഗാവിയിലുള്ള ഇൻഡാൽഗ ജയിലിൽ ഏകാന്ത തടവിലാണ്. ഈ അവസാന നിമിഷമെങ്കിലും അയാൾക്ക് പശ്ചാത്താപം എന്നൊന്നുണ്ടാകുമോ?